ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് നോക്കാം. കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഈ ഒരു വീഡിയോയിൽ തന്നെ ചെയ്യാം. പേജ് നമ്പർ 117, ലെറ്റ്സ് റീവൈൻഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ ദ നോബിൾ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ? സ്പീച്ചിൽ പറയുന്നതാണ് ദ നോബിൾ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ. ഇതിൻ്റെ മീനിങ് എന്താണെന്ന്. ഹൗ ഡസ് ദിസ് ഇമേജ് റിഫ്ലക്ട് ഹിസ് വിഷൻ ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ? നോബൽ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറയുന്ന ഇമേജ് എങ്ങനെയാണ് ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള വിഷൻ കാണിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ആൻസർ എഴുതിക്കോളൂ. നെഹ്റുസ് ഫ്രേസ് ദ നോബൽ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ റെഫേഴ്സ് ടു ഹിസ് ഡ്രീം ഓഫ് ഇന്ത്യ ബീങ് എ ഡിഗ്നിഫൈഡ്, പ്രോസ്പെറസ് ആൻഡ് ജസ്റ്റ് നേഷൻ ആഫ്റ്റർ ഗെയിനിങ് ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ നെഹ്റുവിൻ്റെ ഫ്രേസാണ് നമ്മൾ പറഞ്ഞു, ദ നോബൽ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ. ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്രീം ഇന്ത്യയാണ്, അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലുള്ള ഇന്ത്യയാണ്. എങ്ങനെയാണ്? എ ഡിഗ്നിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള, ഓക്കെ. അതേപോലെ തന്നെ പ്രോസ്പെറസ് മീനിങ് ഒരുപാട് എന്താ പറയുക, സമ്പത്ത്, അതേപോലെ സമ്പന്നമായിട്ടുള്ളതെന്ന് പറയില്ലേ, സമൃദ്ധമായിട്ടുള്ള, അതാണ് പ്രോസ്പെറസ്. അതേപോലെ ജസ്റ്റ് നേഷൻ, ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്, അതാണ്. ആഫ്റ്റർ ഗെയിനിങ് ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ, ഓക്കെ. ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷമുള്ള അങ്ങനെ ഒരു ഇന്ത്യയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ദിസ് ഇമേജ് റിഫ്ലെക്ട്സ് ഹിസ് വിഷൻ ഓഫ് ഇന്ത്യ ആസ് എ പ്ലേസ് ഓഫ് ഗ്രേറ്റ്നെസ്, ഫ്രീഡം ആൻഡ് നോബിലിറ്റി. ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ്നെസ്, അതേപോലെ ഫ്രീഡം, നോബിലിറ്റി ഒക്കെ ഉള്ളൊരു സ്ഥലം. ഇൻഡിക്കേറ്റിംഗ് ഹിസ് ആസ്പിറേഷൻ ഫോർ ദ കൺട്രി ടു ബി എ ബീക്കൺ ഓഫ് പ്രോഗ്രസ് ആൻഡ് ഡെമോക്രസി. എങ്ങനെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ കൺട്രി, രാജ്യം എങ്ങനെയായിരിക്കണം? ഡെമോക്രസി വേണം. അതായത് ബീക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദീപസ്തംഭം, ഓക്കെ, എന്നാണ് മീനിങ് ഓഫ് പ്രോഗ്രസ് ആൻഡ് ഡെമോക്രസിയും അതേപോലെ കുറേ ഗ്രോത്തുമുള്ള അങ്ങനെയൊരു രാജ്യം ആയിരിക്കണം എന്നാണ് അദ്ദേഹം ആ ഒരു ഇമേജാണ് ഉദ്ദേശിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജവഹർലാൽ നെഹ്റു എക്സോർട്സ് ആസ് ടു വർക്ക് ഹാർഡ് ടു ഫുൾഫിൽ അവർ ഡ്രീംസ്. ജവഹർലാൽ നെഹ്റു നമ്മളോട് എക്സോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളോട് ഇങ്ങനെ ഉപദേശിച്ച് പറയുന്നുണ്ട്, അങ്ങനെ പറയില്ല, ഉപദേശിക്കുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ്. എന്താണ്? നമ്മുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. വാട്ട് ആർ യുവർ ഡ്രീംസ് ഫോർ അവർ കൺട്രി ആൻഡ് ഫോർ ദ വേൾഡ്? നമ്മുടെ ഡ്രീംസ് എന്താണ്? നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടും ഈ വേൾഡിന് വേണ്ടിയിട്ടും നമ്മളുടെ ഡ്രീംസ് എന്താണ്? ഡ്രീംസ് ഫോർ ഇന്ത്യ കുഡ് ഇൻക്ലൂഡ് aspirations like technological advancement, poverty eradication, environmental sustainability and social equality. ഇന്ത്യയിൽ എങ്ങനെയായിരിക്കണം? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വേണം, ടെക്നോളജിക്കലി ഉള്ള ഇംപ്രൂവ്മെൻറ്റ്സ് വേണം, ഓക്കെ. അഡ്വാൻസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവ്മെൻറ്റ്സ് എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ, ഉയർച്ച എന്നൊക്കെ പറയില്ലേ. പോവേർട്ടി ഇറാഡിക്കേഷൻ, പോവേർട്ടി ഇല്ലാതിരിക്കണം, പോവേർട്ടി കംപ്ലീറ്റ് ആയിട്ടും ഇറാഡിക്കേഷൻ ചെയ്യാൻ പറ്റണം. ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ, പോവേർട്ടി നശിപ്പിച്ച് കളയണം, അത് വേണ്ട, പോവേർട്ടി ഇവിടെ വേണ്ട. ആൻഡ് എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, എൻവയൺമെൻറ്റൽ എന്ന് പറയുമ്പോൾ പ്രകൃതിയിലുള്ളതെല്ലാം സസ്റ്റൈനബിളായിട്ട് നിൽക്കണം. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കണം, അത് നിലനിർത്താൻ പറ്റണം, ഓക്കെ. അതേപോലെ ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി, സൊസൈറ്റിയിൽ എല്ലാവരും ഈക്വൽ ആയിരിക്കണം. ഫോർ ദി വേൾഡ് ഡ്രീംസ് മൈറ്റ് ഇൻവോൾവ് ഗ്ലോബൽ പീസ്, എല്ലായിടത്തും പീസ്ഫുൾ ലൈഫായിരിക്കണം. കോപ്പറേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഒരു കോപ്പറേഷൻ വേണം, സഹകരണം വേണം. അഡ്രസ്സിങ് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ നമുക്ക് അറിയാൻ പറ്റണം. ആൻഡ് എൻഷ്യൂറിങ് ഇക്വിറ്റബിൾ ആക്സസ് ടു റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും ഈക്വൽ ആക്സസ് ആയിരിക്കണം. എല്ലാ റിസോഴ്സസ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റണം, നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഈക്വലി ഉപയോഗിക്കാൻ പറ്റണം. അതേപോലെ തന്നെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉപയോഗിക്കാനായിട്ട് പറ്റണം. ഇനി അടുത്തത്, ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. Activity 1. Here is the front page of a popular English newspaper covering the news of India's freedom. ഇത് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലെ ന്യൂസാണ്. ആൻഡ് ദ റിപ്പോർട്ട്സ് ഓഫ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുസ് അഡ്രസ് ടു ദ നേഷൻ. അദ്ദേഹം എന്താ പറയുക, സ്പീച്ച് പറഞ്ഞല്ലോ, അതിനെ പറ്റിയുള്ള റിപ്പോർട്ട്സാണിത്. നൗ ലിസ്റ്റ് ദ ഹെഡ്ലൈൻസ് ഇൻ ദ അബവ് പിക്ചർ ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ബിലോ. താഴെ ഈ പറയുന്ന ഹെഡ്ലൈൻസ് ഉണ്ടല്ലോ, ഈ ന്യൂസ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന ഹെഡ്ലൈൻസ് എല്ലാം എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് നമുക്കെടുത്ത് എഴുതാം. ബർത്ത് ഓഫ് ഇന്ത്യസ് ഫ്രീഡം, നേഷൻ വേക്സ് ടു ന്യൂ ലൈഫ്, സ്റ്റേറ്റ് വിസിറ്റ് ടു കറാച്ചി, മിസ്റ്റർ നെഹ്റു കോൾസ് ഫോർ ബിഗ് എഫേർട്ട് ഫ്രം പീപ്പിൾ, incessant striving task of future, assembly members take solemn pledge, Lord
Mountbatten greets Pakistan, frenzied enthusiasm in Bombay, crowds in festive mood. സോ ഇതൊക്കെയാണ് ഇതിലത്തെ ബോംബെ ആട്ടോ, ബോംബെ അല്ല, സോറി. ഇതാണ് ഇതിലത്തെ എന്താ പറയുക, സോറി കേട്ടോ, അതൊരു എറർ പറ്റിയതാണ്. ഇതൊക്കെയാണ് ഇതിലത്തെ ഹെഡ്ലൈൻസ്. ഓക്കെ, അതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. Bombay, crowds in festive mood. Okay, the next one. Imagine that you were a news reporter at the time of Indian independence. നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ ആയിരുന്നെങ്കിൽ, അങ്ങനെയാണെന്ന് വിചാരിക്കുക. ഫ്രെയിം സം ഹെഡ്ലൈൻസ് ഫോർ ദി ന്യൂസ്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ നമ്മൾ ന്യൂസിന് ഹെഡ്ലൈൻസ് എങ്ങനെ കൊടുക്കും? India breaks free, midnight strike marks end of British Raj, Nehru sworn in as Prime Minister of Free India, jubilation erupts across nation as independence is achieved, Pandit Nehru calls for unity and hard work for new India, historic moment, India gains sovereignty after centuries of rule, people celebrate freedom with songs, dance and praise. So, ഇതിൽ ഇഷ്ടമുള്ള ഹെഡ്ലൈൻസ് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. NASA astronauts Sunita Williams and Butch Wilmore had to remain in the International Space Station for 9 long months. അല്ലേ, ഇവർ 9 മാസമാണ് അവിടെ സ്പേസിൽ നിന്നത്. They returned to Earth aboard a SpaceX Crew Dragon capsule on 18 March 2025. അപ്പോൾ അവർ തിരിച്ച് എർത്തിലേക്ക് വന്നത് 18th March 2025 Here are some of the highlights of their return voyage. അവർ തിരിച്ച് വന്നപ്പോഴുള്ള കുറച്ച് പിക്ചേഴ്സ് ഇവിടെ നമുക്ക് കാണാം. അല്ലേ, the astronauts returned aboard the Dragon capsule. 2 sets of parachutes were inflated to slow down the capsule. The rescue team reaches the Dragon capsule soon after the splashdown. The Dragon capsule is hoisted onto the recovery ship. Anil, a student of class 8, drafts a news report based on the information and his research. Help him complete it. അപ്പോൾ ഇതിൽ ഈ ഇൻഫർമേഷൻ, ഈ റിപ്പോർട്ട് കംപ്ലീറ്റ് ആക്കണം, അതാണ് ടാസ്ക്. ഓക്കെ, റിസർച്ച് ചെയ്തിട്ട് അത് വെച്ച് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ബാക്ക് ഫ്രം സ്പേസ് ആഫ്റ്റർ 286 days. സ്റ്റാഫ് റിപ്പോർട്ട് 18 March 2025, Florida. Finally, NASA astronauts Sunita Williams and Butch Wilmore returned to Earth from the dash after dash. Answer is returned to Earth from the International Space Station ISS after 286 days in space. As per the official news released by NASA, the crew was aboard the SpaceX Crew Dragon capsule. 2 sets of parachutes were inflated to slow down the capsule. Butch Wilmore and Sunita Williams spent 286 days in space. The mission had gone on 5 June 2024 for what had been planned as an 80-day mission. They were forced to stay on the International Space Station ISS. ISRO chairman complimented the crew saying, "Welcome back, Sunita Williams. Your safe return after an extended mission at the ISS is a remarkable achievement, a testament to NASA. Butch Wilmore and Sunita Williams and the USA's commitment to space exploration." Tweets and posts still continue to pour in from all quarters. So, ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ നമ്മൾക്ക് ഉള്ള ആക്ടിവിറ്റീസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.